ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഡിസൈൻ ഇത് ഞാൻ കുറേ നാൾക്ക് മുന്നേ ചെയ്തൊരു ഡിസൈനാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത് നേരത്തെ ചെയ്ത ഇതുപോലുള്ള ബീഡ്സ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇതും പിന്നെ ഗ്ലൂ വെച്ചിട്ട് അങ്ങനെ അധികം സ്റ്റിച്ചിങ് ഒന്നും ഇല്ലാണ്ട് ഒട്ടിക്കുന്ന ടൈപ്പ് അങ്ങനെ ഒരു ഡിസൈനാണിത്. അപ്പോൾ അതിന് ഞാൻ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതുപോലുള്ള ചെയിൻ വാങ്ങാൻ കിട്ടുമല്ലോ. ഇതിപ്പോൾ ഒരു 2 എണ്ണം ഉള്ളതിന് 20 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇങ്ങനെയുള്ള ചെയിൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതും കൂടെ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അയൺ ഓൺ ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്ത് അങ്ങനെ ഒട്ടിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ആയാൽ അധികം സ്റ്റിച്ച് ആവില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് ആദ്യം ഒന്ന് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇതുകൊണ്ട് ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് പോലുള്ള കോട്ടിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് അതുകൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇതിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യും. ആദ്യം ഇത് ചെയ്യും, പിന്നെ നമ്മൾ ഇതുപോലുള്ള ബീഡ്സ് ഒട്ടിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാബ്രിക് ഗ്ലൂ ഇവിടെ ചെയ്ത് കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ ഇങ്ങനെ റൗണ്ടിൽ കഴുത്തിൻ്റെ ഏത് ഷേപ്പാണോ അതനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടോ. ഇതിപ്പോൾ ഇവിടെ ഇത്തിരി പൊങ്ങി വരുന്നില്ലേ, അത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ സ്റ്റിച്ച് ചെയ്യും കൂടെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടിരിക്കും. പിന്നെ ഈ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ ഈ വൈറ്റായിട്ട് ഇപ്പോൾ കാണുന്ന ഒന്നും കാണത്തില്ല. ഇപ്പോൾ ഇത് കുറച്ചധികം ഇങ്ങനെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഞാനിപ്പോൾ സാരി ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളർ ത്രെഡില്ലേ, അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏത് ത്രെഡായാലും മതി, അത് യൂസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടും ഇളകാണ്ട് കറക്റ്റായിട്ടിരിക്കും. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഈ ഗോൾഡൻ ത്രെഡ് തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് കാണത്തില്ല, ഒട്ടും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇല്ലെങ്കിലും ഏത് ത്രെഡായാലും യെല്ലോ കളർ ത്രെഡോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതുപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ സ്റ്റോൺസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത്. നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. നമുക്കത് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഓരോന്നും കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ 2 എണ്ണവും താഴെയായിട്ട് ഒരു ഡ്രോപ്പിൻ്റെ ബീഡ്സ് അങ്ങനെയാണ് കൊടുക്കുന്നത്. നമുക്ക് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഈ ഗ്ലൂ 2 ഡ്രോപ്സ് വെച്ച് കൊടുക്കാം. ഇവിടെ 3 എണ്ണം അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്കായിട്ട് ഓരോ സ്റ്റോൺസും വയ്ക്കാം. ഇവിടെ നമ്മൾ ഈ ഡ്രോപ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, കുറച്ച് അടുപ്പിച്ച് വരുമ്പോഴേക്കും കാണാൻ ഭംഗി. ഇതുപോലെ അടുത്തായിട്ടും ചെയ്യാം. ഇത് ഉണങ്ങുമ്പോൾ ഈ ഗ്ലൂ എല്ലാം മാറിക്കോളും. അപ്പോൾ വൈറ്റ് കളർ ഉണ്ടാകത്തില്ല. അവിടെ നമ്മുടെ ഈ സ്റ്റോൺസ് മാത്രമേ കാണത്തുള്ളൂ. ഇതുപോലെ ഇത് ഇവിടെ ഫുൾ ചെയ്യാം ഇങ്ങനെ.
അപ്പോൾ കണ്ടോ, ഇതെല്ലാം ഉണങ്ങി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സ്റ്റോൺസ് ഉണ്ടല്ലോ, ഇതുപോലുള്ള സ്റ്റോൺസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ എന്ത് കളറാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ടിനനുസരിച്ചിട്ടോ ഉള്ള കളറിനനുസരിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോൺസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് ചെറിയ സ്റ്റോൺസാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ തംബ്നെയിൽ പിക്ചറിൽ കിടക്കുന്നത് കുറച്ചുകൂടെ വലിയ സ്റ്റോണാണ്. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ഭംഗിയുള്ളത്. അതിപ്പോൾ എൻ്റെ ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ഈ നെക്കിന് കറക്റ്റ് മിഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതും നമുക്ക് വെച്ച് കൊടുക്കാം. ഈ സ്റ്റോൺ തന്നെ വേണമെന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഇതുപോലെ ഈ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തായാലും കുഴപ്പമില്ല, അതുകൂടി വെച്ച് കൊടുക്കാം. ഇത് വെച്ചു. അതുപോലെ തന്നെ നമുക്ക് അറ്റത്തായിട്ട് നമ്മൾ ചെറിയ ഇതുണ്ടല്ലോ, ചെറിയ ആ ഒരു ഗോൾഡൻ ബീഡ് സ്റ്റോൺ ഉണ്ടല്ലോ, അതും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരെണ്ണം വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിലായിട്ടും ഒക്കെ കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു ചെയിനും കൂടെ നമ്മൾ കഴിഞ്ഞ് ചെയ്ത ഡിസൈനിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തു, പിന്നെ ഇങ്ങനെയും ചെയ്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ, ഇത് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക, ഒരു 100 രൂപയെ താഴ്ന്നേ ഈ ഇത്രയും സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു ഡിസൈനുമായിട്ട് ഉടനെ തന്നെ കാണാം.